അവരുടെ ചുണ്ടില് ചൂളക്ക് വെച്ച ചെറിയ ഇഷ്ടിക കഷ്ണങ്ങൾ, ചെറിയ കഷ്ണങ്ങൾ കൊടുത്തു വിട്ടിട്ട് വൈക്കോച്ചണ്ടി പോലെ, തിന്നു തീർത്ത വൈക്കോച്ചണ്ടികളെ പോലെ അവരെ ആക്കി. പ്രവാചകന്റെ ജനനത്തിന്റെ മുമ്പ് നമ്മുടെ യമൻ ഭാഗത്ത് ക്രിസ്ത്യാനികൾ ഒരു പള്ളി ഉണ്ടാക്കിയപ്പോ ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കാബാലയത്തിലേക്ക് വന്നപ്പോ അത് പഠിക്കാൻ വേണ്ടിയിട്ട് അബിസീനിയ രാജാവിന്റെ കെറോഫില് അവിടുന്ന് പുറപ്പെട്ടതാണ് ഒരു ആന സംഘം. ആനകളുണ്ട്, യുദ്ധ സാമഗ്രികളൊക്കെ ഉണ്ട്. അബ്രഹത്താണ് അതിന്റെ നേതൃത്വം. അവർ വന്ന് താമസിച്ച പ്രദേശമാണ് മുസ്ദലിഫയുടെയും മിനയുടെയും ഇടയിലുള്ള വാദി മുഹസ്സ എന്ന് പറയുന്ന സ്ഥലം. പ്രവാചകന്റെ പിതൃവ്യൻ, അതായത് പിതാമഹൻ അബ്ദുള്ള എന്നിവരോട് വന്നിട്ട് പറഞ്ഞു, ഇതാ ഞങ്ങള് കാബാലയം പൊളിക്കാൻ വേണ്ടി വന്നതാണ്, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു 200ഓളം ഒട്ടകത്തെയും അവർ വിളിച്ചു വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്, അതുകൊണ്ട് ആ ഒട്ടകം എനിക്ക് വിട്ടു തരണം. നിങ്ങൾ പൊളിക്കാൻ വന്ന കാബയുടെ ഉടമസ്ഥൻ പടച്ചോനാണ്, അത് അള്ളാഹു നോക്കിക്കോളും. അങ്ങനെ ഒട്ടകം വാങ്ങി പോകുമ്പം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്ര ഇവരെ മതത്തിലൊക്കെ ഒരു വിശ്വാസമുള്ളൂ എന്ന് പറഞ്ഞ് കാബാലയം പൊളിക്കാൻ വേണ്ടി മുന്നോട്ട് നീങ്ങുന്ന ആ സംഘത്തെ നശിപ്പിച്ച പ്രദേശമാണ് വാദി മുഹസ്സ എന്ന് പറയുന്നത്. അത് ചരിത്രത്തിൽ പറഞ്ഞതുപോലെ പക്ഷികൾക്കിടെ കുണ്ടുകളിൽ ചെറിയ മണൽത്തരികളെ പോലെ, കടലമണി പോലത്തെ ചുട്ടുപഴിപ്പിച്ച കല്ല് കൊടുത്തയച്ചിട്ട് അന്ന് നശിപ്പിച്ചു കളഞ്ഞു. അള്ളാഹുവിന്റെ അതാപറങ്ങിയ സ്ഥലം എന്നുള്ള നിലയ്ക്ക് അവിടെ ഒരു നിർമ്മാണം നടക്കുന്നില്ല, ഒരു പ്രത്യേക ബൗണ്ടറിന്റെ ഉള്ളിലാക്കിയിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അതാണ് രണ്ടാമത് നമുക്ക് ഈ യാത്രയിൽ നമ്മുടെ ഹൈവേ റെഡിയാണെങ്കിൽ കാണാനുള്ളത്. അറഫയിൽ നിന്ന് നിങ്ങൾ കൂട്ടം കൂട്ടമായി നീങ്ങിത്തുടങ്ങിയാൽ മുസ്ദലിഫയിലുള്ള മശ്അറുൽ ഹറാമിന്റെ അടുക്കൽ അല്ലാഹുവിനെ നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ്? വദ്കുറൂഹു കമാ ഹദാകും, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകി എന്നതിന്റെ പേരിൽ പ്രത്യേകം ഓർക്കേണ്ട ഒരു സ്ഥലമാണ് മശ്അറുൽ ഹറാം. എന്താണ് മശ്അറുൽ ഹറാം എന്ന് ഓർക്കാനുള്ളത്? ജമ്മാക്കി മാരിപൂശി നിസ്കരിക്കുന്നു, പിന്നെ അവിടെ കടന്നിറങ്ങുന്നു. ഖുർആൻ പറയാണ്, സുമ്മ അഫീദു മിൻ ഹൈസു അഫാദൻ നാസു വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ജനങ്ങൾ ഒഴുകുന്ന കൂട്ടത്തിൽ നീയും ഒഴുകണം. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക്, മശ്അറുൽ ഹറാമിന്റെ പരിസരത്തേക്ക് നീ ഒഴുകേണ്ടത്. എന്നിട്ട് സുമ്മ അസ്തഗ്ഫിറുല്ലാഹ, പിന്നെ അല്ലാഹുവോട് പൊറുക്കലിനെ തേടണം. അല്ലാഹു ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനാണ്. അറഫയിൽ നിന്ന് പാപമോചനം തേടിത്ത നമ്മുടെ കനാലാണ് ഈ കാണുന്നത്. അന്ന് സിമെന്റുകളൊന്നും ഇല്ലാത്ത സമയത്ത് ചുണ്ണാമ്പ് ഉപയോഗിച്ചിട്ട് ഒരു 2-3-4 മലയൊക്കെ ക്രോസ് ചെയ്തിട്ട് 40-50 കിലോമീറ്റർ ദൂരം വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഹാറൂൺ റഷീദിന്റെ വൈഫ് സുബൈദ എന്ന് പറയുന്ന മഹദി നിർമ്മിച്ച കനാലിന്റെ അവശിഷ്ടമാണ് നമ്മുടെ വലതുഭാഗത്ത് ഈ കാണുന്നത്. അതിലെ വെള്ളം തായിഫിന്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവന്ന് ഹാജിമാർക്ക് വേണ്ടി വിതരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയതാണ്. ഇന്നും ആ കനാലിന്റെ അവശിഷ്ടം നമുക്ക് കാണാം. കരിങ്കല്ലിന്റെ പീസുകൾ വെച്ച്, അന്ന് സിമെന്റ് ഒന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് വെള്ളം ലീക്കാവാതെ ചുണ്ണാമ്പ് വെച്ച് ഉറപ്പിച്ച അതിന്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഈ സൈഡിലൂടെ ഇങ്ങനെ കാണുന്നത്. നമ്മുടെ ഇടതുഭാഗത്ത് മക്കയിൽ നിന്ന് അറഫയിലേക്ക് വരുന്ന, മിനയിൽ നിന്നൊക്കെ അറഫയിലേക്ക് വരുന്ന മെട്രോ ട്രെയിനിന്റെ സ്റ്റേഷനും അതിന്റെ റൂട്ടുമാണ് ആ കാണുന്നത്. മെട്രോ ട്രെയിനിന്റെ സ്റ്റേഷനാണ്. ഹജ്ജിന് മാത്രമേ ഈ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് അതിന്റെ മെയിന്റനൻസിന് വേണ്ടി മാത്രം കുറച്ച് പണിക്കാർ മാത്രമേ പരിസരത്തുള്ളൂ. ഈ പുതിയ നിർമ്മാണങ്ങൾക്കപ്പുറം പൊന്തി നിൽക്കുന്ന മല ഒന്ന് ശ്രദ്ധിക്കണതിന്റെ ഇടയിൽ നമ്മുടെ വലതുഭാഗത്ത് വരുന്നത് മുസ്ദലിഫയിലെ മസ്ജിദ് മശ്അറുൽ ഹറാം എന്ന് പറയുന്ന പള്ളിയാണ്. ഇവിടെയാണ് പ്രവാചകൻ മുസ്ദലിഫയിൽ